സാർ, വിവര സാങ്കേതിക വിദ്യ കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിൻ്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെയും നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരമ്പരാഗത വ്യവസായം സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണ്. ഇതിനായി ഇൻകം സപ്പോർട്ട് സ്കീം നൽകും. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജിന് രൂപം നൽകും. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾക്ക് ബാങ്കുകളുമായി ചേർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി നടപടികൾ സ്വീകരിക്കും. കൈത്തറി, കരകൗശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിൽക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും നൂതന യന്ത്ര സാമഗ്രികൾ ലഭ്യമാക്കാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പുവരുത്താൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. കയർ മേഖലയ്ക്ക് 107.64 കോടി രൂപയും കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി രൂപയും വകയിരുത്തുന്നു. വിപണി സഹായമായി 50% കയർ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ തുല്യവിഹിതം 10 കോടി വിലയിരുത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം, വിപണനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സഹായം നൽകുന്നുള്ള പദ്ധതിക്കായി 11 കോടി വകയിരുത്തുന്നു. വില സ്ഥിരതാ ഫണ്ടായി 35 കോടി വകയിരുത്തുന്നു. സർ, ഇൻക്യുബേഷൻ സെൻറ്റർ പുതുതലമുറ സംരംഭകർക്ക് അവരുടെ നൂതന ആശയങ്ങളെ പ്രായോഗിക ബിസിനസ് നിർദ്ദേശങ്ങളാക്കി മാറ്റുന്നതിന് സഹായകമാകുന്ന ഇടമാണ് ഇൻക്യുബേഷൻ സെൻറ്റർ. വളർന്നു വരുന്ന സംരംഭകർക്ക് ഏറ്റവും നഷ്ടസാധ്യത കുറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയാണ് ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ പ്രാഥമിക ഉദ്ദേശം. സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് ആയി മാനേജ്മെൻറ്റ് പരിശീലനം, ഓഫീസ് സൗകര്യം, പ്രാഥമിക മൂലധന സഹായം എന്നിവ ലഭ്യമാക്കും. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗതാഗതത്തിന് തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് 77.17 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 985.77 കോടി രൂപയും റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 179.47 കോടി രൂപയും ഉൾനാടൻ ജലാഗതം മെച്ചപ്പെടുത്തുന്നതിന് 113.59 കോടി രൂപയും മറ്റ് ഗതാഗത സേവനങ്ങൾക്ക് 222.83 കോടി രൂപയും ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്ക് ആകെ 1578.83 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ജലഗതാഗതം മെച്ചപ്പെടുത്തും. അതിനായി വെള്ളത്തിന് മുകളിൽ ഉയർന്ന് സഞ്ചരിക്കുന്ന ഹൈഡ്രോഫോയിൽ ജലഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കും. സർ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളുടെ സമയബന്ധിതമായ തീർപ്പാക്കലിന് ശക്തമായ IT അടിസ്ഥാന സൗകര്യങ്ങളും വിശ്വസനീയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതിനാൽ വകുപ്പിലെ ICT അടിസ്ഥാന സൗകര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നവീകരിക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിന് പ്രത്യേക ടാക്സ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325.36 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. ആലപ്പുഴ ജില്ലയിൽ UPA സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൂറിസം അമ്യൂണിറ്റി സെൻ്ററുകളും ഹൗസ് ബോട്ട് ടെർമിനലുകളും പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കലം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. പാതിരാമണൽ ദ്വീപ് ഇക്കോ ടൂറിസം കേന്ദ്രം, അതിന് മാസ്റ്റർ പ്ലാനോട് കൂടിയ പദ്ധതി നടപ്പാക്കും. മുഹമ്മദ് ജട്ടിയിൽ നിന്ന് ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി റോപ്പ് വേ സൗകര്യം ഏർപ്പെടുത്തും. മുസ്ലിം ടൂറിസം പദ്ധതി പ്രദേശങ്ങളിലെ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ടൂറിസം വികസിപ്പിക്കുന്നതിനായി മുസ്ലിം ടൂറിസം പദ്ധതി കൂടുതൽ വിപുലമാക്കും. സർ, ലൈവ് മ്യൂസിയം, പൈതൃക മ്യൂസിയങ്ങൾ, പരമ്പരാഗത ജലപാതകളിലൂടെ ബോട്ട് യാത്ര എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിക്കായി 19 കോടി രൂപ വകയിരുത്തുന്നു. ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി ആരംഭിക്കും. സ്ത്രീകളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇക്കോ, ജൈവ വൈവിധ്യ, കണ്ടൽക്കാട് ഫാം, കാർഷിക, ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും.
കേരളത്തിൻ്റെ തനത് പാരമ്പര്യവും ഭക്ഷ്യസംസ്കാരവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം ഹബ്ബുകളും സാംസ്കാരിക ടൂറിസം ഹബ്ബുകളും സ്ഥാപിക്കും. ബ്രാൻഡ് വയനാട് എന്ന ആശയം അവതരിപ്പിക്കും. അഷ്ടമുടി ടൂറിസം പ്രോത്സാഹിപ്പിക്കും. സ്ത്രീകൾ നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾ, ഹോം സ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തുടനീളം വിപുലീകരിക്കും. ഡിജിറ്റൽ ടൂറിസം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ടൂറിസം ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനുമായി 205.18 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ: ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻസ്, CEWRDM, MBGIPS, NATPAC, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, NHRI, KFRI, ശ്രീനിവാസ് രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.